IITB യൂണിവേഴ്സിറ്റി, ബംഗളൂരു, ഹൈദരാബാദ്, വിശാഖപട്ടണം. വാർത്തകൾ തുടരുന്നു. യൂറോ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി പുറത്ത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡാണ് ഇറ്റലിയെ പരാജയപ്പെടുത്തത്. അമൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ചാമ്പ്യന്മാരാണ് പുറത്തായിരിക്കുന്നത്. ഇറ്റലിക്ക് എവിടെയാണ് ഇടർച്ച പറ്റിയത്? തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് ഇത്തവണത്തെ യൂറോ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ഇറ്റലി 2-0 ഒരു പരാജയമാണ് സ്വിറ്റ്സർലൻഡിനെതിരെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഈ പരാജയത്തോടു കൂടിയാണ് ക്വാർട്ടർ കാണാതെ നിലവിൽ ഇറ്റലി പുറത്തായിരിക്കുന്നത്. മത്സരത്തിൽ പലപ്പോഴും പിഴയ്ക്കുന്ന ഇറ്റലിയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഗോളിലേക്ക് എത്താൻ പലപ്പോഴും സാധിച്ചില്ല. അതുതന്നെ ഈ മത്സരത്തിന്റെ ആ ഒരു ഫലത്തിലും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളിന്റെ പരാജയമാണ് സ്വിറ്റ്സർലൻഡിനെതിരെ ഇറ്റലി നേരിട്ടിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റൊരു മത്സരം, ആ മത്സരത്തിൽ ആതിഥേയരായ ജർമ്മനി ആ മത്സരത്തിലെ വിജയത്തോടുകൂടി ക്വാർട്ടർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡെൻമാർക്കിനെതിരെയായിരുന്നു ആ മത്സരം. 2-0 ഒരു വിജയം തന്നെയായിരുന്നു ജർമ്മനി നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ടൂർണമെന്റിൽ മികച്ച പ്രകടനത്തോടെയാണ് ജർമ്മനി നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആതിഥേയരായ ജർമ്മനി ക്വാർട്ടറിലെത്തുകയും നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി പുറത്താവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ യൂറോയിലുള്ള. അതേസമയം തന്നെ കോപ്പ അമേരിക്കയിൽ രാവിലെ 5:30 നടന്ന മത്സരം അർജന്റീന 2 ഗോളിന്റെ ഏകപക്ഷീയമായ 2 ഗോളിന് മത്സരം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പെറുവിനെതിരെയായിരുന്നു 2-0 ഏകപക്ഷീയമായ വിജയം നേടിയിട്ടുണ്ടായിരുന്നത്. ലൗട്ടാരോ മാർട്ടിനസ് ആണ് 2 ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലായിരുന്നു അർജന്റീനയുടെ 2 ഗോളുകളും പിറന്നത്. മികച്ചൊരു ഫുട്ബോൾ തന്നെയാണ് അർജന്റീനയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. പ്രത്യേകിച്ച് അവിടെ പ്രധാന താരമായ ലയണൽ മെസ്സി ഇന്ന് കളത്തിലുണ്ടായിരുന്നില്ല. പരിക്കിനെ തുടർന്ന് അദ്ദേഹം സൈഡ് ബെഞ്ചിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും അർജന്റീനയുടെ താരങ്ങളൊക്കെ തന്നെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ഏകപക്ഷീയമായ 2 ഗോളിന്റെ വിജയമാണ് കോപ്പ അമേരിക്കയിൽ അർജന്റീന നേടിയിരിക്കുന്നത്. ഫിജി. ശരി അമൽ.